16-ാം നിയമസഭയുടെ നാഥനായി തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങയെ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വ്യവസായ മന്ത്രിയും അടക്കം എല്ലാവരും സൂചിപ്പിച്ച അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഹാർദമായി അഭിനന്ദിക്കുകയും പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള എല്ലാ വിധത്തിലുള്ള പിന്തുണയും അറിയിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സൂചിപ്പിച്ചതുപോലെ 1991 9-ാം നിയമസഭ മുതൽ തുടർച്ചയായി ഈ നിയമസഭയുടെ വിവിധങ്ങളായ തലങ്ങളിലിരുന്നു കൊണ്ട് അങ്ങ് തന്നെ കാണിച്ച മാതൃകയും അങ്ങ് തന്നെ നടത്തിയ ഇടപെടലുകളും കേരളീയ സമൂഹത്തിൽ പൊതുവായി അഭിനന്ദനം അർഹിക്കുന്ന വിധത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. 1952 മാവളങ്കര ഇന്ത്യയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകം സ്പീക്കർമാരുടെ തന്നെ ചരിത്രത്തിലെ അഭിനന്ദനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. സ്ഫടികതുല്യമായിട്ടുള്ള നിഷ്പക്ഷതയാണ് ഈ പദവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. അങ്ങയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഞങ്ങൾ അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ നിയമസഭ ലോകത്തിന്റെ തന്നെ നിയമനിർമ്മാണ സഭകളുടെ ചരിത്രത്തിൽ അഭിമാനകരമായിട്ടുള്ള മാതൃക സൃഷ്ടിച്ച ഒരു സഭയാണ്. അതുമാത്രമല്ല, ഈ സഭ പിന്നെയും ഒരുപാട് വഴികളിലൂടെ കടന്നുപോയി. സഹീനമപ്പുറത്തൊരു ലോകമുണ്ടെന്നും അവിടെ മലയാളി ഉണ്ടെന്നും കരുതി ലോക കേരള സഭയെ നയിച്ചത് ഈ നിയമസഭയാണ്. ഒരുപക്ഷെ അക്ഷരം പഠിച്ചു തുടങ്ങുന്നവർ മുതൽ പരിണതപ്രജ്ഞരായ എഴുത്തുകാരെ വരെ സമ്മേളിപ്പിച്ച ബുക്ക് ഫെസ്റ്റിവലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലും അങ്ങ് തുടർച്ചയായി കൊണ്ടുപോകുന്ന ചില മാതൃകകളാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ എല്ലാ പ്രൊസീഡിംഗ്സും പ്രാദേശിക ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയ ഒരു സഭയും ഇതുതന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അങ്ങയുടെ അനുഭവ സമ്പത്തും പാരമ്പര്യവും ഈ നിയമസഭ നിർമ്മാണ സഭയ്ക്ക് കൂടുതൽ കരുത്തും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ഉപകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങയുടെ തലമുറയുടെ വളരെ ശേഷമുള്ള തലമുറയുടെ പ്രതിനിധികളാണ് ഞങ്ങളെങ്കിൽ പോലും ഞങ്ങളുടെ തലമുറയോടും അങ്ങ് നടത്തിയിട്ടുള്ള സംവേദനം കഴിഞ്ഞ 2 സഭകളിൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ജനിച്ച വർഷം കേരള സർവകലാശാലയുടെ ചെയർമാനായി അങ്ങ് പ്രവർത്തിക്കുകയായിരുന്നു. തുടർന്ന് അങ്ങ് KICUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി. ഞങ്ങളുടെ തലമുറ കഴിഞ്ഞ് പുതിയ തലമുറയും ഈ സഭയിലുണ്ട്. അവർക്കും മാതൃകാപരമായിട്ടുള്ള സഭാ നടപടിച്ചട്ടങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനും നിയമനിർമ്മാണത്തിൽ ലോകത്ത് മാതൃകയാകാനും അങ്ങയുടെ നേതൃത്വത്തിന് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങേ അഭിനന്ദിച്ചുകൊണ്ട് നടത്തേണ്ട വർത്തമാനം എന്താണെന്ന് കഴിഞ്ഞ 10 വർഷമായി അങ്ങ് ഇതേ സീറ്റിൽ തന്നെ ഇരുന്ന് ചെയറിനോട് പറഞ്ഞിട്ടുണ്ട്. ആ രേഖകൾ തന്നെ വായിച്ചാൽ അങ്ങയുടെ അതേ അഭിപ്രായം തന്നെ ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ചെയറിൽ നിന്ന് പ്രതിപക്ഷം എണ്ണത്തിൽ കുറവാണെങ്കിലും ഞങ്ങളുടെ പ്രധാനപ്പെട്ട സംരക്ഷകർ അങ്ങായിരിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ബെല്ലിന്റെ ക്രൂരമായിട്ടുള്ള ശബ്ദമില്ലാതെ തന്നെ വളരെ സൗമ്യനസ്വത്തോടെ ഈ സഭയിൽ പ്രതിപക്ഷം കൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ നിയമനിർമ്മാണ സഭ എന്ന ധാരണയോടെ അതിനെ സമ്പന്നമാക്കാനുള്ള അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ ഈ പരിണതപ്രജ്ഞമായിട്ടുള്ള ഇടപെടലിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നടന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.